നമസ്കാരം. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട പല വിവാദങ്ങളും തുടരുന്നതിനിടയിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം പുരോഗമിച്ചത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രതിഭ അരിയുടെ മകൻ്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു വിവാദമൊക്കെ തന്നെ ഈ സമ്മേളനത്തെ ബാധിക്കുകയും അത്തരത്തിൽ ചർച്ചകൾ പോലും അവിടെ നടന്നു എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. മറ്റൊന്ന്, പ്രമുഖ നേതാവ്, മുതിർന്ന നേതാവ്, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജി സുധാകരൻ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണമുണ്ടായിട്ട് പോലും ആ ഒരു സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിന്നതും വലിയ വാർത്തകളിൽ ഇടം പിടിച്ച കാര്യം തന്നെയാണ്. മറ്റൊന്ന്, BJP-യുടെ പ്രധാനപ്പെട്ട ആരോപണം ആലപ്പുഴ ജില്ലയിലെ CPM അത് ചില മൗലികവാദ സംഘടനകളുടെ ആളുകളുടെ കീഴിലേക്ക് എത്തുന്നു എന്നതാണ്. അതിൽ ഇപ്പോൾ വരുന്ന, അതായത് നാസർ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നാണ് വാർത്തകൾ വരുന്നത്. അത്തരത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ കൃത്യമായും അത് BJP വീണ്ടും ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP-യിലേക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്നും വലിയ ഒഴുക്ക്, അതായത് CPM പ്രവർത്തകരായ, കൃത്യമായും CPM അണികളായ, പാർട്ടി മെമ്പർഷിപ്പുള്ള, പാർട്ടി അംഗങ്ങളായ ആളുകളടക്കം കായംകുളത്തു നിന്നും മറ്റും വലിയ രീതിയിൽ BJP-യിലേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടു. 230ഓളം പേരാണ് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ വെച്ച് അത്രത്തോളം ആളുകളാണ് BJP-യിലേക്ക് പോയത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ഇവർക്ക് സ്വീകരണം നൽകുകയും മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് നാസർ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി വരുമ്പോൾ BJP കൃത്യമായും അദ്ദേഹത്തിൻ്റെ മതം ഉപയോഗിച്ചുള്ള ഇത്തരത്തിൽ BJP-യുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജിഹാദിവൽക്കരിക്കുന്ന CPM എന്ന രീതിയിൽ തന്നെയായിരിക്കും അവരുടെ പ്രചരണമുണ്ടാവുക. അവർ കൃത്യമായും ഇപ്പോൾ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് ഒരു രാഷ്ട്രീയം അവരുടെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ അജണ്ട അല്ലെങ്കിൽ പ്ലാനിങ്ങോടുകൂടി ആലപ്പുഴ ജില്ലയെ കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ട് തന്നെയാണ്. കൃത്യമായും വോട്ടും ശതമാനം ഉയർത്തിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെച്ചത്. മാത്രമല്ല SNDP, NSS തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെ വോട്ട് കൃത്യമായും ക്രോഡീകരിക്കാൻ, കൃത്യമായും BJP പാളയത്തേക്ക് എത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിലെ പൊതു സ്വഭാവം മാറുന്നു. അത് ചില പ്രത്യേക താല്പര്യക്കാർക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് എന്ന പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് അത്തരം പ്രചരണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ അവിടെ ഒരു മുന്നേറ്റം നടത്തിയത്. അപ്പോൾ വീണ്ടും നാസർ തന്നെ പാർട്ടിയുടെ തലപ്പത്തെത്തുമ്പോൾ H. സലാം MLA കുറിച്ച് അവിടെ ചില അദ്ദേഹം ഈ SDPI ബന്ധമുള്ള ആളാണ് എന്ന തരത്തിലൊക്കെ തന്നെ വലിയ പ്രചരണം BJP-യുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഹൈന്ദവ ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാവുന്ന തരത്തിൽ തന്നെയായിരിക്കും ഇനി BJP-യുടെ പ്രചരണം ആലപ്പുഴ ജില്ലയിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം ഇത്തരത്തിൽ വിട്ടുനിൽക്കുന്ന G. സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ BJP-യിലേക്ക് എത്തിക്കാൻ ഉള്ള പ്ലാനും BJP-യുടെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. എന്തായാലും ആലപ്പുഴ ജില്ലാ സമ്മേളനം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ അത് കൂടുതൽ BJP രാഷ്ട്രീയത്തിന് കരുത്തു പകരുന്ന രീതിയിലുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാസർ വീണ്ടും വരുമ്പോൾ അത്തരത്തിലുള്ള പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും BJP-യുടെ തീരുമാനം.